യുക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തി റഷ്യ. ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച യുക്രൈനിലെ സൈനിക വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെയുള്ള വ്യോമ സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. റഷ്യൻ സായുധ സേന കിൻസാൽ എയറോ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. യുക്രൈനിലെ സൈനിക വ്യോമതാവളങ്ങളിൽ ദീർഘദൂര ആളില്ലാ ഏരിയൽ വെഹിക്കിൾസ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയുടെ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ കിൻസാൽ 2018 പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് പുറത്തിറക്കിയത്. ഇസ്കാൻഡർ എം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് രൂപപ്പെടുത്തിയ ഈ ബാലിസ്റ്റിക് മിസൈലിന് 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 480 കിലോഗ്രാം ആണവ അല്ലെങ്കിൽ സാധാരണ വാർഹെഡ് വഹിക്കാൻ കഴിയും. ആക്രമണത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടതായി റഷ്യ അറിയിച്ചു. യുക്രൈനിലെ 142 ലക്ഷ്യങ്ങളിലേക്കാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. 162 ഷാഹെദ് UAVകളും സിമുലേറ്റഡ് ഡ്രോണുകളും KH-47M2 ഡാഗർ എയറോ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ വ്യോമസേന പ്രസ്താവനയിൽ അറിയിച്ചു. വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം ചേർത്തതായി യുക്രൈനും അവകാശപ്പെട്ടു. ഓഗസ്റ്റ് 4 രാത്രി സാക്കി വ്യോമതാവളത്തിൽ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് ശക്തമായ ആക്രമണം നടത്തിയതായും യുക്രൈൻ അവകാശപ്പെട്ടു. UAVകളുടെ ആക്രമണത്തെ തുടർന്ന് റഷ്യയുടെ ഒരു സുഖോയ് 30 SM യുദ്ധവിമാനം നശിപ്പിച്ചെന്നും മറ്റൊന്നിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് യുക്രൈൻ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരർത്ഥത്തിൽ റഷ്യയും US തമ്മിലുള്ള യുദ്ധമാണ്. ഇപ്പോഴിതാ USഉം റഷ്യയും പരസ്പരം നേരിട്ട് കൊമ്പ് കോർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് മെദ്വദേവ് പറഞ്ഞത്. പിന്നാലെ US അതേറ്റുപിടിച്ചു. നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനാണ് മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ്. ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്നും മെദ്വദേവ് പറഞ്ഞിരുന്നു. റഷ്യ ഇറാനോ ഇസ്രായേലോ അല്ലെന്ന് ട്രംപ് ഓർക്കണമെന്നും മെദ്വദേവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെദ്വദേവിന് മറുപടിയുമായി ട്രംപ് പിന്നാലെ എത്തി. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മെദ്വദേവ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു. വാക്കുകൾ ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. 2 ആഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കരുതെന്ന് മെദ്വദേവ് ട്രംപിന് മറുപടി നൽകി. ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് മെദ്വദേവ് തുറന്നടിച്ചു. പരാജിതനായ പ്രസിഡന്റായിരുന്നു മെദ്വദേവ് എന്ന് ട്രംപ് വിമർശിച്ചു. അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നത്. അയാൾ ഇപ്പോഴും റഷ്യയുടെ പ്രസിഡന്റാണെന്നാണ് വിചാരിക്കുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ട്രംപ് ഇന്ത്യയും വിമർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചത്ത സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിൻ്റെ വിമർശനം. ഇന്ത്യക്കെതിരെ 25% തീരുവ ചുമത്തി മണിക്കൂറുകൾക്കകമായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമെതിരായ ട്രംപിൻ്റെ പരസ്യ വിമർശനം.